വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ബർട്രൻഡ് റസ്സൽ സംഗീതത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു നിർവചനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതത്തിൽ വളരെ വിദുഷിയൊന്നുമല്ല, പക്ഷേ വളരെ സുന്ദരമായി, വളരെ പ്രായോഗികമായി സംഗീതം ആസ്വദിക്കും. ഒരു മുഖവുര പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നിർവചനത്തിലേക്ക് കടക്കാം. സംഗീത വിദുഷിയേക്കാൾ, സംഗീതം വളരെ ശാസ്ത്രീയമായി പഠിച്ച ഒരു വ്യക്തിയേക്കാൾ ഒരുപക്ഷെ സംഗീതം ആസ്വദിക്കുന്ന ഒരു സാധാരണക്കാരന് സീമകളില്ലാത്ത സങ്കല്പങ്ങൾ ഉണ്ടാവും സംഗീതത്തെക്കുറിച്ച്. അത്തരം സീമകളില്ലാത്ത സങ്കല്പങ്ങളിൽ നിന്നാവാം ബർട്രൻഡ് റസ്സൽ ഇങ്ങനെ ഒരു നിർവചനം നടത്തിയത്. ഒരാൾ സംഗീതം സൃഷ്ടിക്കുമ്പോൾ ആ സംഗീതം പ്രകൃതിയുമായി ലയിച്ചു പോകണം. പ്രകൃതിയുമായി ലയിച്ചു പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ഏറ്റവും സുതാര്യമായ സൂക്ഷ്മവശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആസ്വാദനത്തിൻ്റെ അനുരണനങ്ങൾ ഉണർത്തുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാത്ത ഒരു സംഗീതം ഒരാൾ സൃഷ്ടിക്കുമ്പോൾ പ്രകൃതി അതിലേക്ക് ചെന്ന് ചേരും എന്നൊരു ഉപമ കൂടി അദ്ദേഹം ഇതിൽ ചേർത്തിട്ടുണ്ട്. സത്യത്തിൽ സംഗീതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു അവസ്ഥയാണ് ഈ നിർവചനത്തിലൂടെ നമുക്ക് വെളിവാകുന്നത്. മലയാളത്തിൽ നമുക്ക് അത്തരം ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇതിനകം തന്നെ സിദ്ധമായിട്ടുണ്ട്. അതിൽ പ്രഥമ ഗണനീയനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ജോൺസൺ. ഈ ഓണനാളുകളിൽ അദ്ദേഹത്തെ നാം കുറച്ചുകൂടി അടുത്തറിയുന്നത് വളരെ സൗഭാഗ്യകരമാണ്. താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. സാധാരണ ലോകത്തെ ഏത് കലയെ മാറ്റിവെച്ചാലും സംഗീതം എന്ന കലയിലാണ് പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ മുൻ തലമുറയുടെ ഒരു ജീൻ ഉണ്ടായാൽ മാത്രമേ അത് വല്ലാതെ പൊട്ടിമുളയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇതിന് അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ താങ്കളുടെ ആ തരത്തിലുള്ളൊരു ചരിത്രം എന്താണ്? ഇത് പറഞ്ഞത് വളരെ വാസ്തവമാണ്. നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബ പാരമ്പര്യം, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്ത് വലയം, ഈവൻ അവിടുത്തെ പ്രകൃതി പോലും നമ്മളറിയാതെ നമ്മളിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കാണും, നമ്മളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം. അതിപ്പോൾ ഏത് കലാകാരനായാലും അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു അപവാദമുള്ളത്, ഇപ്പം ഒരു സിനിമ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അയാളുടെ മുഖ്യ ദൗത്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ സിനിമയുടെ കഥ, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം, അപ്പം അതിൽ വരുന്ന ഒരു സന്ദർഭം അതിനോട് മാക്സിമം നീതി പുലർത്തുക എന്നുള്ളതാണ് അയാളുടെ ദൗത്യം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും ജോൺസൺ ആ പറഞ്ഞത് 100% ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അത് നേരത്തെ ബർട്രൻഡ് റസ്സലിനെ പോലുള്ളവർ പറഞ്ഞതുപോലെ അത് പ്രകൃതിയുമായി അല്ല, അവർക്ക് ആവശ്യമുള്ള ഈ മൂഡ് അല്ലെങ്കിൽ ഈ വികാരം നമ്മളൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ കൂടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിലുള്ള സംഗതി അത് കൂടെ പുറത്തു വരും. അത് അപ്പോൾ ആ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ കഥാ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ തരത്തിൽ മെഴുവാകുകയും ചെയ്യുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണെങ്കിൽ അടിവരയിടണം. തീർച്ചയായിട്ടും. അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അല്ല, അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത്. നമുക്ക് അത്തരം സൗഭാഗ്യങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ സംഗീതത്തെ നല്ലവണ്ണം ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അല്ല, അതിലേറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ പയനിയേഴ്സാണ്. അതായത് മലയാള സിനിമ സംഗീതത്തിലെ ഗുരുക്കന്മാർ എന്ന് പറയാൻ നിർത്തിയില്ല. കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമാ സംഗീതം 50-ാം വർഷം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ വലിയൊരു പ്രോഗ്രാം നടത്തി. നൗഷാദ് ജിയിൽ തൊട്ട് ഉഷാഖനെ എല്ലാവരെയും വിളിച്ചു വെച്ച് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഗുരുതുല്യനും പിതൃതുല്യനുമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ദേവരാജ മാഷ്. ഞാൻ അദ്ദേഹത്തിന് ഗുരു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിന് ഒരുപാട് കംപ്ലൈൻറ്റ് വന്നു. ഇത് അതെൻ്റെ അല്ല, ചില അല്പന്മാരെ പറഞ്ഞു ഇയാളുടെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട്, ഗുരു എന്നൊക്കെ വലിയ പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നുണ്ട് ഒരാൾ. അയാൾ ഈ പ്രോഗ്രാമിൽ വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടത്തിയ ഒരു ഇതിൽ ഞാൻ എത്തിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു യങ്സ്റ്റർ, എൻ്റെയൊക്കെ ഓർക്കുക തന്നെ അവ വിളിച്ചു പറഞ്ഞു. ശരിക്കും ഞാൻ മാഷിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മറ്റേ ഒരു ഗുരു ശിഷ്യ ഇതിൽ ഒരു ചമണപ്പെടിയിട്ട് തൊടാൻ തളം തട്ടി സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണക്കാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏകലവിനെ പോലെ ഗുരുതുല്യനും തീർത്തുല്യനും മാഷാണ് എന്നെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു മിനിമം ഒരു ബ്രാഞ്ച് മാനേജറോ അവിടെ വന്നിരിക്കേണ്ട ആളാണ്. പക്ഷെ റൂട്ടുമായി മാറിപ്പോയതാണ്. ഈ ശരിക്കും വോയിസ് ഓഫ് ട്രിച്ചൂറിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഒരുപാട് യാത്ര വരികയും കേരളത്തിന്റെ അങ്ങനെ വരുമ്പോഴാണല്ലോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ദേവരാജ മാഷിനെ പരിചയപ്പെടുന്നതും. കൂടെയാണ്. പക്ഷെ അന്ന് പറഞ്ഞ പോലെ ജോൺസൺ തന്നെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ അടുത്തിരുന്ന് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഒരു പക്ക ഗുരുശിഷ്യ ബന്ധത്തിന്റെ അവസ്ഥയൊന്നും പോയിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം താങ്കളെ അന്ന് ഞാനിത് കുറച്ചും കൂടി ചെറുപ്പല്ലേ, കുറച്ചും കൂടി നല്ല ചെറുപ്പം കോളേജിൽ പഠിക്കും, നല്ല ചെറുപ്പം. അന്ന് ഞാൻ ജസ്റ്റ് വിട്ട സമയം ഒരു ചെറിയ തോതിലൊരു അഹംഭാവി കൂടിയായിരുന്നു. എനിക്ക് എന്തറിയുന്നു അത് വേണമെങ്കിൽ പഠിച്ചിട്ട് പോകുന്നുള്ള ലൈനിൽ. അല്ല, എനിക്കറിയാവുന്ന ജോൺസൺ, അതായത് ഞാൻ പത്രപ്രവർത്തകനായിട്ട് വരുന്ന സമയത്ത് ജോൺസൺ ഒരു മഹത്വമായിട്ട് അല്ലല്ല, പക്ഷെ അന്നും എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു ചാനലിൽ താങ്കളെ കുറിച്ചിട്ട് ഇവിടുത്തെ വളരെ പ്രശസ്തരായ ഗായകർ പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം അടുക്കാൻ പലർക്കും ചിത്ര പറഞ്ഞത് തന്നെ, ആദ്യം ചിത്ര കുട്ടിയായിരിക്കുമ്പോൾ ഒരു പാട്ട് പാടിക്കുമ്പോൾ മുടി മടഞ്ഞിട്ടുണ്ട്, പിന്നീട്ടിട്ട് അവളുടെ ചിത്രയുടെ ജന്മദിനത്തെ ആശംസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വളരെ മെലിഞ്ഞായിരിക്കുന്ന ചിത്രം പേടിച്ച് പറിച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അതിന് മാത്രമല്ല അധികായനായിട്ടുള്ള രൂപമൊന്നും എനിക്കില്ലെന്ന്. അല്ല, അതൊന്നും വേണ്ടല്ലോ സാർ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആളിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ കാമ്പ് തന്നെയാണ്, ആ ശക്തിയുടെ കാമ്പ് തന്നെയാണ് മുഖത്തൂടെ വരുന്നത് എക്സ്പ്രഷൻ വൈസ്. അപ്പൊ അന്ന് ചിത്ര ഭയന്നതിന്റെ കാരണം ഞാൻ ഇദ്ദേഹം എത്രയോ ഒരു ലെവലിൽ നിൽക്കുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ ശരിയാകുമെന്നുള്ള ഭയം. എന്നിട്ട് ഒരുപാട് റെപ്പിറ്റേഷൻ വന്നപ്പം ദാസേട്ടനോട് എന്തോ പറഞ്ഞ കാര്യവും പറഞ്ഞു, സമയം കളയുന്ന ആ കുട്ടിയുടെ നേരെ പാടാൻ ചൂടായിരുന്നു. അന്ന് ചിത്ര ചൂടുണ്ടായിരുന്നു. ചൂടെന്ന് വെച്ചാൽ ആരായും ചൂടായി പോകും. കാര്യത്തിൽ ഇന്നത്തെ ഈ സൗകര്യങ്ങളില്ല, ഈ പഞ്ചിങ് ഇല്ല, മൾട്ടി ട്രാക്കില്ല. ഒരു പാട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഒറ്റ സ്ട്രെച്ചാണ്. അപ്പോൾ അതിൽ പരിമിതികളുണ്ട്, സമയത്തിൻ്റെ പരിമിതികളുണ്ട്, കാശിൻ്റെ പരിമിതികളുണ്ട്. ഇത് നമ്മൾ കൂടുതൽ സമയം ചിലവാക്കി കൂടുതൽ കാശ് ചിലവാക്കി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ നമ്മളെ മുഖത്തോക്കി, എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് മുഖത്തോക്കി പറഞ്ഞെങ്കിലും അപ്പുറത്ത് പറയും അയാൾ വന്നത് ലേറ്റായി, പിന്നെ അങ്ങ് ചക്രമാക്കണമെന്നും പറഞ്ഞ് ഒരുപാട് സമയമായി, ഇത്ര 2 അവർ സ്റ്റുഡിയോയിൽ എക്സ്ട്രാ ആയി, അങ്ങനെയൊക്കെ പറയുമല്ലോ അവർ ഇൻവെസ്റ്റേഴ്സ്. പക്ഷെ ശരിക്കും 1978 ഭരതൻ സംവിധാനം ചെയ്ത ആരവം ചിത്രത്തിലൂടെയാണല്ലോ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞത്. ഭരതന്റെ ചിത്രങ്ങളും ഭരതന്റെ സംഗീത മനസ്സും ഒക്കെ കുറെ മലയാളികൾക്ക് അറിയാം. കാരണം ഒരു പ്രത്യേക ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്. സിനിമയുടെ ഫ്രെയിമിലും സംഗീതത്തിലുമൊക്കെ അദ്ദേഹം തന്നെ സംഗീത സംവിധാനം ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലെ സംഗീതത്തോട് എത്രമാത്രം താങ്കൾക്ക് ആദ്യ ചിത്രത്തിൽ തന്നെ നീതി പുലർത്താൻ കഴിയും? ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഹയസ്റ്റ് ക്ലാസ് മധ്യവർത്തി സിനിമ എന്നൊക്കെ നമ്മൾ കേട്ട് വിളിക്കും. സമാന്തര സിനിമ എന്നൊക്കെ പറയും. ഈ ഉച്ചപ്പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ആരും അധികം കാണാറില്ല, പക്ഷേ നല്ല സിനിമകളായിരിക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഭയങ്കര ഒരു ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അറിയാം വാട്ട് ഹി ഈസ്. അത് വലിയൊരു കാര്യം. വാട്ട് ഹി ഈസ് ആൻഡ് വാട്ട് ഹി അങ്ങനെ എന്ത് അറിയില്ല എന്നുള്ളതും കൂടി അറിയാം. അത് വലിയൊരു അറിവാണ്. അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വാദിക്കാറില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭരതേട്ടൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഒരു ഡയറക്ടർ, ഞാനൊരു വേറെ കൂലിക്കാരൻ, വേറെ സിനിമാ തൊഴിലാളി, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെയുള്ള ഒരു ബന്ധമില്ല. ഒരു ജ്യേഷ്ഠൻ അനിയെന്നല്ല റിലേഷൻഷിപ്പ്. നീ അങ്ങനെ ചെയ്യടാ, നിങ്ങൾക്ക് പറ്റാത്ത കാര്യം. ഞാൻ പോയിട്ട് അത്ര ഈസി ഒരു ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ പോലും മനസ്സിലായി. അതെ, ഫസ്റ്റ് പടത്തിലും അങ്ങനെ തന്നെയായിരുന്നു അപ്രോച്ച്. അല്ല, അതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ആക്ച്വലി ഫസ്റ്റ് ഭരതന്റെ 3 ആരവം, തകര, ചാമരം. പക്ഷെ ഇതിൽ 3ലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ പോലും വ്യത്യസ്തമായൊരു അത് ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് ധരിക്കരുത്. ഈ ഒരു സോങ്, ഒരു പാട്ട് ഇതിന്റെ സീനിൽ പുറകിൽ കൂടെ പോകുന്ന ഒരു രീതി വിട്ട് ഞാൻ എൻ്റെതായ ഒരു ചിന്തയിൽ ചിന്തിച്ച ഞാനാണ് ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. ബട്ട് പുറത്ത് ഇളയരാജ ഉണ്ടായിരുന്നു. ഇളയരാജയ്ക്ക് മുമ്പ് ഇപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയിരുന്നു എൽ വൈദ്യനാഥൻ. ഹി വാസ് എ വെരി ഗുഡ് മ്യൂസിഷ്യൻ. അതായത് അവർ 3 ബ്രദേഴ്സാണ്. എൽ വൈദ്യനാഥൻ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ആൻഡ് എൽ ശങ്കർ. അവരുടെ അച്ഛൻ വലിയ പണ്ഡിതനായ ഒരു കർണാട്ടിക് വിദ്വാനായിരുന്നു. പക്ഷെ ഇവര് 3 പേരും രണ്ടും പഠിച്ചു. ഇവർക്ക് അന്ന് ദാസേട്ടനെ കമ്പനി ചെയ്തിട്ടുണ്ട്. 3 പേര് ഒരു കച്ചേരിക്ക് കമ്പനി ചെയ്തിട്ടുണ്ട്. ഇല്ല, 2 പേര്, സുബ്രഹ്മണ്യം ആൻഡ് വൈദ്യനാഥൻ. അപ്പോൾ അയാളാണ് ശരിക്കും പറഞ്ഞാൽ രാജയ്ക്ക് മുമ്പ് വേറൊരു കളറ് കൊണ്ടുവന്നതാണ്. കാരണം ഞാൻ അദ്ദേഹം അസിസ്റ്റ് ചെയ്തിരുന്ന കന്നഡത്തിലെ
വളരെ പ്രശസ്തരായ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, രാജൻ നാഗേന്ദ്ര. അപ്പോൾ അവിടെ ഞാൻ പ്ലേ ചെയ്യുമായിരുന്നു കുറേ കാലം വയലിനൊക്കെ. അപ്പോൾ ഈ വൈദി അയാളുടെ വർക്കിംഗ് മെത്തേഡ്, അയാളുടെ വർക്കിൽ അയാൾ ഐ എം ടെല്ലിങ് ഔട്ട് പേഴ്സണാലിറ്റി, വ്യക്തിപരമായിട്ടുള്ള എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഐ വാസ് വാച്ചിങ് ഹിം. ഇറ്റ് വാസ് റിയലി വെരി ഡിസിപ്ലിൻ. അയാളുടെ വേ ഓഫ് റൈറ്റിംഗ് നോട്ട്സ് ആൻഡ് സിംപ്ലിസിറ്റി എന്നൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കിയിരുന്ന ആളാണ് ഈ വൈദ്യനാഥൻ. ഏറ്റവും ബുദ്ധിമുട്ടും അതാണ് സത്യത്തിൽ. അതാണ് ശരിക്കും പറഞ്ഞാൽ രാജ ശരിക്കും ഫോളോ ചെയ്തത്. ഇപ്പോൾ രാജ കേട്ട ഒരു പക്ഷേ സമ്മതിക്കില്ലായിരിക്കും, അത് വേറെ കാര്യം. പൊസിഷൻ മേലെ പോകും. അവരൊക്കെ എനിക്കൊരു വഴികാട്ടികളായിരുന്നു. അപ്പോൾ മലയാളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ മാറ്റാൻ കഴിയും. ഈ മാഷ് ചെയ്തതിൽ ഒരുപാട് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അതുപോലെ സംഗീത വിദുഷികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അത് സിനിമകളുടെ എണ്ണം എത്രയാണോ അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ആളുകൾക്കുള്ളത്. മാഷിന് ശരിക്കും പറഞ്ഞാൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം, മാഷിന്റെ പാട്ടുകൾ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? അത് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാകാൻ കുറേ പാട്ടുകളുണ്ട്. കുറേ പാട്ടുകൾ ഒന്നാമത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ അത് അതിന് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ സംഗതി ക്ലീൻ കട്ടായിരിക്കണം, ഡെഫിനറ്റ് ആയിരിക്കണം എന്നുള്ളത്. ഈ സംഗീതം എന്ന് പറയുന്ന സംഗതി അത് നമ്മളിലേക്ക് എത്തണം, കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. അല്ലാണ്ട് വെള്ളത്തിൽ വരച്ചപ്പോൾ ഒരു ട്യൂൺ ഇപ്പോഴത്തെ ഈ രീതിയൊക്കെ ഈ മുറിച്ച് അതൊന്നും അതുകൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ ഫൈനൽ ഔട്ട്കം ആണല്ലോ നമ്മുടെ ഇത്. ഏത് രീതി ചെയ്യുന്നു എന്നുള്ളത് ആസ്വാദനം അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഇഷ്ടമല്ല, എനിക്കത് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ നഷ്ടപ്പെടുന്ന? എനിക്ക് അതിന്റെ ത്രില്ല് എനിക്ക് ഇതിൽ കിട്ടുന്നില്ല. കിരീടം എന്ന സിനിമയിൽ മറ്റൊരു എക്സ്പീരിയൻസ് ആണല്ലോ സിബി മലയാളി സംവിധാനം ചെയ്ത കിരീടം. അതായത് ഒരിക്കൽ ഒരു പ്രത്യേക എക്സ്പ്രഷൻ കൊടുക്കുന്നു, പിന്നീട് അതിന്റെ വേറൊരു തലത്തിൽ സെയിം പാട്ട് തന്നെ വേറെ അങ്ങനെ ഒരു സംഭവം കിരീടത്തിൽ ഉണ്ടായി. കണ്ണീർ പൂവിന്റെ അതിന്റെ ഫ്രെയിം, അതിന്റെ സ്റ്റൈല് വേറൊരു മാതിരിയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു നാടൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലാൽ അന്ന് ആരായിരുന്നു, അവരുടെ ഒരു ആഹ്ലാദത്തിന്റെ ഒരു ലവ് സോങ് ആയിട്ട് ഒരു പാട്ട് അതിൽ ആവശ്യമുണ്ടായിരുന്നു, പ്രണയിച്ച് കിടന്ന നാളുകളുടെ. അതെ, അതിനു വേണ്ടി ഒരു വളരെ വ്യത്യസ്തമായിട്ട് ഞാനൊരു ചെണ്ടയുടെ താളത്തിലേ ഒരു ട്യൂൺ മാത്രം, മിക്കതും ട്യൂണാണല്ലോ, ചെയ്തിട്ട് കേൾപ്പിച്ച. അത് വളരെ ദ്രുതഗതിയിൽ ആയിരുന്നത്. തന്നാത്താനന്ന താനിന്ന താനി താനാന തന്നാന തനനീന നാനി താനാ തന്നാന താനീന താനി താനീന തന്നാന താനാന തീന തനനാന താനാ തന്നന താന താനാനാരി താന തനനാന. കണ്ണീർ പൂവിന്റെ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അല്ല, കണ്ണീർ പൂവുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ല. അതൊക്കെ മേജറായില്ലേ. അപ്പൊ എങ്ങനെയാണ് അറിഞ്ഞൂടാ, പൊട്ടം കഴിച്ചോണം നമ്മുടെ ലോഹിക്ക് ഒരു തോന്നല്. അതൊന്ന് സ്ലോ ആയിട്ട് പാടി. ചില കാറ് കയറി ചിന്തിക്കുന്ന ഒരാളിടയ്ക്ക് എല്ലാം ശരിയാവണമെന്നില്ല. അപ്പൊ ഇത് സ്ലോ ആയിട്ട് വേണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഇത് എന്തിനാണ് സ്ലോ ആയിട്ട് വേണം, അല്ല എന്തിനാണ് സ്ലോ ആയിട്ട് പാടും, അത് നിങ്ങൾ പാട്. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഇത് എങ്ങനെ ഇത് സ്ലോ ആയിട്ട് പാടും. നമ്മുടെ മനസ്സിലുള്ളത് സിറ്റുവേഷൻ പറയല്ലേ. അപ്പൊ ഞാൻ അവനൊന്ന് കുറച്ച് ടെമ്പോ കുറച്ചിട്ട് താനാ താനാന താനീ നന്നാനി താനാന തന്നാനി താനീന താന, ഇത് നമ്മള് പടത്തിന്റെ തീമായിട്ട് പോയി. ഞാൻ അന്ന് വിട്ടു പോയി. അപ്പൊ അങ്ങനെയായിപ്പോ അതിന്റെ എൻഡ് ഫ്രേസ് തനനാന താന താനാന താന താനീരരാനി, ആ നോട്ട് തനനാന താനാന, അതായിരുന്നത് തന്നാനീ ഒരു മെലങ്കളി ടച്ചിൽ. അതാണ് അതിലൊരു 50% മേലെ ക്രെഡിറ്റ് കൈതപ്പുറത്തിനാണ്. അതിൽ വന്ന ലിറിക്സിന്റെ
വരികൾ വളരെ ശക്തമായിരുന്നു. ശക്തമായ വരികളായിരുന്നു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തോ പുള്ളോർക്കുടം പോലെ തേങ്ങി. എപ്പോഴെങ്കിലും ONV പോലുള്ള റിസിസ്റ്റുമൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലൊരു മാനസികമായ അകൽച്ച ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ തന്നെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അവരോട് എഴുതാൻ പറയുമ്പോൾ? ഇല്ല, ആരുമായിട്ട് വന്നു ഒരിക്കലും. പക്ഷെ അവർക്കൊക്കെ ഇത് തന്നെ ചിലത് സാറായിട്ട് വർക്ക് ചെയ്ത പടങ്ങളിൽ ചിലത് നമ്മൾ തീരുമാനിക്കും. ഞാൻ തന്നെ പറഞ്ഞു, സാർ ഇത് സാറ് എഴുതിയിട്ട് ഞാൻ ചെയ്യാന്ന് പറയാം. അങ്ങനത്തെ കവിതയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബഹളങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സന്ദർഭമാണ് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയും, അല്ലെങ്കിൽ ആരെന്നെ സജസ്റ്റ് ഇത് ജോൺസൺ ഇത് ഞാൻ എഴുതാം, ശരിയല്ലെങ്കിൽ ചെയ്യാം. അപ്പം അങ്ങനെ അധികം പോപ്പുലർ അല്ലാത്തൊരു പാട്ടുണ്ട്. ആൾക്കാർ കേൾക്കാൻ വഴിയാണ്. പക്ഷെ മനോഹരമായ കവിതയായിരുന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. അതൊറ്റ അറ്റംപ്റ്റ് ആണ്. ഈ എപ്പോഴെങ്കിലും എഴുത്തുകാരൻ ഒരു സജഷൻ പറയാറുണ്ടോ? ഇപ്പോൾ ONV പറയുന്നു ഇങ്ങനൊരു ഈ എന്റെ മൺവീണയിൽ തന്നെ വായിക്കുന്ന മാത്രയിൽ അല്ലല്ല, ONV സാറിന് ഒരു നിർബന്ധമുണ്ട്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് അദ്ദേഹത്തിന് പാടി കേൾപ്പിക്കണം പാട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇത് ശരിയാണ് സാർ, ഇല്ല പാടും കേൾക്കട്ടെ. അപ്പോൾ അവിടെയാണ് വല്ല ലിറിക് വൈസ് വല്ല അടിക്കുന്നുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. മുഴുവൻ പാടി കേട്ടാൽ അദ്ദേഹം തൃപ്തിയാവും. ഓക്കെ സാർ, വളരെ വളരെ സന്തോഷം. കാരണം താങ്കളെ പോലുള്ള അനുഗ്രഹീതനായ ഒരു കലാകാരൻ്റെ മുമ്പിൽ കുറച്ചു നേരം, പ്രത്യേകിച്ച് ഈ ഓണ ദിവസങ്ങളിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ 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 ഹൃദയം കുളിർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഞാനും താങ്ക്സ് പറയണം. കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു അവസരങ്ങൾ ജയനെ പോലുള്ള ആൾക്കാരും ഈ കൂടെ നമ്മുടെ ആസ്വാദകരോടും നമ്മുടെ ജനങ്ങളോടും സംസാരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ദുർലഭമായി കിട്ടാറുള്ളൂ. ഒന്നാമത് ഞാനൊരു അന്തർമുഖൻ, വീട് വിട്ട് പുറത്തു പോകാത്താണ്. അപ്പോൾ ഈ 12ാം വർഷം പൂർത്തിയാക്കുന്ന ACVയുടെ മാനേജ്മെൻറ്റിനോടും അതിൻ്റെ പ്രേക്ഷകരോടും ഇതിനകത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവർക്കെല്ലാം എൻ്റെ ആശംസകൾ